സിനോജ് തോമസും സജോ ദേവസിയും സ്വാന്തന സാജുവും ആദിൽ പാലൂടുമാണ് ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം ആദ്യം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ പെരുന്നാളിന്റെ ഒരു നിറവിലാണ് എല്ലാവരും. സിനോജ് നിൽക്കുന്നത് കോഴിക്കോട് പന്നിയങ്കര സുമംഗലി ഓഡിറ്റോറിയത്തിലാണ്. ആദ്യം സിനോജിലേക്ക് പോകാം. സിനോജ്, പെരുന്നാളെന്ന് പറഞ്ഞാൽ കോഴിക്കോടില്ലാതെ എന്ത് പെരുന്നാൾ? രാവിലെ തന്നെ ആഘോഷ പരിപാടികളിലേക്ക്, പ്രാർത്ഥനകളിലേക്കൊക്കെ എല്ലാവരും കടന്നു കഴിഞ്ഞോ? സുജയപാർവതി, പെരുന്നാൾ ആശംസകൾ. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ ഈദ്ഗാഹ് നടക്കുന്ന സ്ഥലത്താണ്, സുമംഗലി ഓഡിറ്റോറിയം. ഇവിടേക്ക് കാണാം ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ വേണ്ടി, ഈ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും കടന്നു വരുന്നു. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകളും പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുൾപ്പെടെ ഈദ്ഗാഹിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പള്ളികളിലും ഈ പെരുന്നാൾ നമസ്കാരം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് ആളുകൾ ബന്ധുവീടുകളിലേക്ക് പോകും, കുടുംബക്കാരെ കാണും, പെരുന്നാൾ ആശംസകൾ നേരും. അതിനുശേഷമാണ് നേരത്തെ സുജയപാർവതി പറഞ്ഞതുപോലെ പിന്നെ ഒരു ആഘോഷമാണ്. വൈകിട്ടാക്കി തന്നെ കോഴിക്കോട് ബീച്ചിലൊക്കെ തന്നെ വലിയ തിരക്കായിരിക്കും. ആളുകൾ പുറത്തേക്ക് ഇറങ്ങും, ഔട്ടിങ്ങിന് ഇറങ്ങും, കുടുംബസമേതം പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ ആഘോഷത്തിലേക്ക് പോകുന്നത്. ഏതായാലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ഈ സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണ് ക്രമീകരണങ്ങളൊക്കെ? പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. കോഴിക്കോട് പന്നിയങ്കരയിലെ ഈദ്ഗാഹിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ഇവിടെ ഈദ്ഗാഹ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലോകത്തെ എല്ലാ രാജ്യത്തു നിന്നുള്ള ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഹജ്ജ് കർമ്മം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിലാണ് നാം വലിയ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ഹജറ ബീവിയുടെയും 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന വിധം അതിൻ്റെ ചരിത്രത്തെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോക മുസ്ലിം സമൂഹം വലിയ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടെ നേരുകയാണ്. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ആഘോഷം എന്നതിലുപരിയായി വിശ്വാസത്തിൻ്റെ മൗലികയിൽ നിന്നുകൊണ്ട് സാമൂഹ്യ ജീവനത്തിനെതിരെയുള്ള പോരാട്ടവും സഹജീവികളുള്ള സ്നേഹവും കരുതലും പങ്കുവെക്കലുമൊക്കെ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് എന്ന് പ്രത്യേകം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. സുജയപാർവതി, ഒരു പ്രേക്ഷകൻ യൂട്യൂബിൽ കമന്റ് ചോദിച്ചിരുന്നല്ലോ പെരുന്നാളിന്റെ സന്ദേശം. കൃത്യമായൊരു സന്ദേശമാണ് ഇദ്ദേഹം നൽകിയത്. പെരുന്നാൾ വെറും ആഘോഷം മാത്രമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തത്. ഏതായാലും ആളുകൾ ഈ സുമംഗലി ഓഡിറ്റോറിയത്തിലേക്ക് ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് ഒഴുകി വരുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സുജയ.